നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. 2025 ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ ആണ്. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് എർത്ത് ഡേയുടെ തീം എന്ന് പറഞ്ഞെങ്കിൽ എൻഡിങ് പ്ലാസ്റ്റിക് പൊള്യൂഷൻ എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് പൊള്യൂഷനാണ്, എല്ലായിടത്തും പ്ലാസ്റ്റിക് പൊള്യൂഷനാണ്. പ്ലാസ്റ്റിക് പൊള്യൂഷൻ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. പല സമയത്തും നമുക്കറിയാം, വെള്ളപ്പൊക്കങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ വന്നപ്പോൾ പ്ലാസ്റ്റിക് പൊള്യൂഷൻ്റെ ഒരു വലിയ ഒരു ദുരന്തം തന്നെ നമ്മൾ കണ്ടതാണ്. എങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് പൊള്യൂഷൻ എൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വർഷം നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്താവിഷയം എന്ന് പറഞ്ഞെങ്കിൽ. നമുക്ക് 3 Rകളെ പറ്റി ചിന്തിക്കാം. ഒന്നാമതായിട്ട് റെഡ്യൂസ്, രണ്ടാമതായിട്ട് റീയൂസ്, മൂന്നാമതായിട്ട് റീസൈക്കിൾ. അപ്പം നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് ദ വേസ്റ്റേജ്. നമ്മൾ യൂസേജ് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മിനിമൈസ് ചെയ്യും, അതിൻ്റെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ ബൾക്ക് ബൈയിങ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റേജ് കുറയും. ഒരു പാക്കേജിങ് ആയിരിക്കുമ്പോൾ ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്, അപ്പോൾ നമുക്ക് ക്യാരി ബാഗേജ് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ക്ലോത്ത് ബാഗ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സുകൾ കൊണ്ടുപോകാം. അങ്ങനെയുള്ള ക്യാരി ബാഗുകൾ നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളുടെ യൂസേജ് കുറയ്ക്കുവാൻ സാധിക്കും. പ്ലാസ്റ്റിക് സ്ട്രോകൾ ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കും. നമുക്ക് നമുക്ക് സ്റ്റീൽ സ്ട്രോയോ അല്ലെങ്കിൽ വുഡൻ സ്ട്രോയോ ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ, പേപ്പർ സ്ട്രോയോ ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഡിസ്പോസിബിൾ കപ്പ്, നമ്മളിപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയോട്ടാണോ പോകുന്നത്, നമ്മൾക്കൊരു ഡിസ്പോസിബിൾ അല്ലാത്ത ഒരു കപ്പ് നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്പോസിബിൾ കപ്പിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലൻഡിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പലയിടങ്ങളിൽ നമുക്ക് പ്ലാസ്റ്റിക് കപ്പുകൾ നമുക്ക് കാണാനേ സാധിക്കത്തില്ല. അപ്പോൾ പ്ലാസ്റ്റിക് കപ്പുകളുടെയും പ്ലാസ്റ്റിക് ബാഗുകളുടെയും ഒക്കെ ഉപയോഗം ഗവൺമെൻറ് തലത്തിൽ തന്നെ വളരെയധികം കുറച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ അനുവാദമുള്ളൂ. അതുതന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ നമുക്ക് ബില്ലുകൾ കിട്ടുന്ന സമയത്ത് നമുക്ക് പറയാം, നമുക്ക് പേപ്പർലെസ് ആയിട്ട് നമുക്ക് ബില്ല് വാങ്ങിക്കാതെ പോകാം. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ബില്ല് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആ പേപ്പർ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യുക. നമ്മൾ ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റീയൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ അതൊരു ഡിസ്പോസിബിളിൻ്റെ ഒരു കാര്യമായി മാറിയത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഡിസ്പോസിബിൾ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രോ സ്റ്റഫാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റീയൂസ് പല കാര്യങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്കുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്ത് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റേജ് കുറയ്ക്കുവാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നമുക്കിവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് റീസൈക്ലിംഗ് ബിന്നുണ്ട്. റീസൈക്ലിംഗ് ബിന്നുകൾ ഇടേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ റീസൈക്കിൾ ബിന്നിൽ ഇടുക. അപ്പോൾ റീസൈക്കിൾ ബിന്നിൻ്റെ ലിഡിൽ തന്നെ ഉണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീസൈക്കിൾ ബിന്നിൽ ഇടാൻ സാധിക്കുന്നതെന്ന്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് റീസൈക്കിൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നോർത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോയി ഇടരുത്. അങ്ങനെ ഇട്ടെങ്കിൽ അവരുടെ പണി ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധാരാളം റീസൈക്കിൾ ചെയ്യാൻ പറ്റുകയില്ലാത്ത സാധനങ്ങളാണ് കൂടുതലായിട്ടും അതിൻ്റെ അകത്തുള്ളതെങ്കിൽ ആ ഫുൾ ലോഡ് തന്നെ അവർ വേസ്റ്റ് ആക്കി കളയുകയാണ്. അത് മുഴുവനും ലാൻഡ് ഫില്ലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുവാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ട് എപ്പോഴും നമ്മൾ ഒന്ന് നോക്കണം, നമുക്ക് ഏതൊക്കെ ഈ കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ ഇടാവരുത്. ഇപ്പോൾ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഈ റീസൈക്കിൾ ബിന്നിലിടുന്ന കാര്യം മാത്രമല്ല ഈ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ, നമുക്കിപ്പോൾ ഒരു കാര്യം, നമ്മളൊരു ബോട്ടിൽ കിട്ടി, നമ്മളൊരു കോഫി വാങ്ങിച്ച ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ നമ്മളത് കോഫി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോയി റീസൈക്കിൾ ബിന്നിലിടാം. അല്ലാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലേക്കും അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ. നന്ദി, നമസ്കാരം, ബൈ ബൈ.